ബസ്സിലെ നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ആത്മീയരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പ്രശ്നങ്ങളായിട്ട് പ്രാർത്ഥനയുള്ളവരാണ്. പക്ഷേ അവർ ഡെലിവറൻസിന് പോകുന്നവരുണ്ട്. അവരെല്ലാം പറയുന്നത് ഞങ്ങൾ വിടുതൽ ധ്യാനങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആത്മീയപരമായിട്ടോ ഭൗതികപരമായിട്ടോ ഒരു മാറ്റവും അവർക്ക് വരുന്നില്ല. ഈ അനുഭവത്തിൽ ചിലർ പറഞ്ഞാൽ 15 വർഷമായി 20 വർഷമായി ഞാൻ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു, ഇന്ന ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റുന്നത്? ശരിയാ, ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യം അത് അല്ലേ. എൻ്റെ ഈ 10-30 വർഷം കഴിഞ്ഞല്ലോ ഈ ഫീൽഡിൽ, 35 വർഷത്തിന് മേളിലായി. ആ എക്സ്പീരിയൻസ് വെച്ചാണ് എനിക്ക് സംസാരിക്കുന്നത്. എൻ്റെ 35 വർഷം ഞാൻ ഈ ഫീൽഡിൽ നിന്നിട്ട് എനിക്ക് ആത്മീയ ഉയർച്ചയും ഉണ്ടായിട്ടുണ്ട്, താഴ്ചയും ഉണ്ടായിട്ടുണ്ട്, ഉയർച്ചയും ഉണ്ടായിട്ടുണ്ട്. അത് ഈ മരണം വരെയും നമുക്കങ്ങനെ, നമുക്കൊന്ന് ഉയരും, ഒന്ന് താഴും, അല്ലെങ്കിൽ ഉയരും. ഇത് ഈ മരണം വരെയും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ഗ്രേസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരിതുണ്ട്, കോളിംഗ് കിട്ടുക. രണ്ടാമത്തേന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. മൂന്നാമത്തത് ഒരു മാനസാന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. ഈ 3 തരത്തിലുള്ള ജീവിതമാണ്. അപ്പോൾ ഒന്ന് മാനസാന്തരപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക, രണ്ടാമത് കോളിംഗ് ലഭിക്കുക, മൂന്നാമത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കോളിംഗ് എന്ന് പറയുന്നത് വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളിംഗാണ്. സെലക്ട് ചെയ്യുന്നതും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറൻസിന് വേണ്ടി, ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു, വിശുദ്ധിയുടെ ധ്യാനം നടത്താൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു, പിന്നെ സഭ നടത്താൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു, പിന്നെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ ആയിട്ട് കോളിംഗ് ചെയ്യും, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഇവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പത്രോസിൻ്റെ അടുത്ത് അനുഗമിക്കാൻ പറഞ്ഞു, അതൊരു കോളിംഗ് ആണ്. അന്നേരം പത്രോസിനെ ഒന്നും കിട്ടിയിട്ടില്ല, കൂടെ അങ്ങ് അനുഗമിച്ചു. കൂടെ പോയി പിന്നെ പത്രോസ് പ്രീച്ചറായി, രോഗശാന്തി ശുശ്രൂഷകനായി, സഭയുടെ ടോപ്പിൽ വന്നു. അത് സെലക്ഷനാണ്. അത് കർത്താവ് സെലക്ട് ചെയ്തതാണ്. സഭയുടെ ടോപ്പിലേക്ക് വരാൻ വേണ്ടി കർത്താവ് സെലക്ട് ചെയ്തതാണ്. ഇപ്പോൾ കിട്ടിയോ? അതായത് കോളിങ്ങും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പോയിൻമെൻറ്റ് ഇത് അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ ഉയർച്ചയും താഴ്ചയും നിൽക്കുന്നത്. പിന്നെ അടുത്തൊരു ഡൗട്ട് ഇതാണ്, ഈ പ്രാർത്ഥനയിൽ ഒക്കെയാണ്, പക്ഷേ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കണക്ഷൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹം, ഇങ്ങനെ അതിലൊരു പൂർണ്ണത വരാൻ പറ്റാത്ത ജീവിതം. പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥന അനുഭവമാണ്, ഇപ്പം ഈ കഴിഞ്ഞ ധ്യാനം കൂടിയ ആൾക്കാരുടെ അനുഭവമാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയിലെല്ലാം ഉണ്ട്, പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ജീവിതം കിടക്കുന്നത്. എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാനസാന്തരത്തിൽ ഒരു വ്യക്തി മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ വേണ്ടി വിളിക്കും. പക്ഷേ അയാൾ വേറെ ശുശ്രൂഷയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അയാൾ ക്രിസ്ത്യ ജീവിതം നയിക്കും. അങ്ങനെ നിൽക്കുന്നു. രണ്ടാമത്തതെന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ പോലും ആത്മീയതയിൽ ഉയരാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. ഞാനത് പറയാനാണ് വന്നത്. ആത്മീയതയിൽ ഉയരാൻ ഇങ്ങനെ ചതഞ്ഞ് അത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല. ഫ്രണ്ട് സർക്കിളിലും പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആത്മീയ ഗ്രൂപ്പുകളും ആയിട്ട് ചേർന്ന് പോകത്തില്ല. എല്ലാവരുമായിട്ടൊരു ഉടക്കവും എല്ലാം കൂടെ ആയിട്ട് പോകുന്ന ഒരവസ്ഥ ഇല്ലേ? സാധാരണ നമ്മളങ്ങനെ പലരും കാണാറുണ്ട്. ഇപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യത്തിലും പരാജയമാണ്. ഒന്ന് ഫാമിലിയിൽ ഫാമിലി പരാജയപ്പെടും. രണ്ടാമത് ഈ ഗ്രൂപ്പിൽ പരാജയപ്പെടുകയാണ്, ഗ്രൂപ്പിലും അവർ ഫെയിലിയർ. മൂന്നാമത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ, ജോലിയിലും അവർ ഫെയിലിയറായി. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഫെയിലിയർ. ഈ ടോട്ടൽ ഫെയിലിയറുകാർക്ക് കോളിങ്ങും ഇല്ല, സെലക്ഷനും ഇല്ല. ദൈവത്തിൻ്റെ കോളിംഗ് ഉണ്ടെങ്കിൽ, സെലക്ഷൻ ഉണ്ടെങ്കിൽ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാം? ഞാൻ നിങ്ങളെ വിട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഇവിടെ കുറവേ പറയുള്ളൂ. അപ്പോൾ ദൈവം വിട്ടതാണെങ്കിൽ കുറവ് കാണത്തില്ല. ആ വചനം വെച്ചുകൊണ്ടാണ് ഞാനത് സെലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. സെലക്ഷൻ ഇല്ലാതെ ഇറങ്ങുന്നവർക്ക് പറ്റുന്ന അവസ്ഥയാണത്. സെലക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഇറങ്ങിക്കോ, പക്ഷെ കുറവ് കാണത്തില്ല. ഇപ്പൊ ബിബിൻ ഇറങ്ങി, കുറവ് വന്നു? വന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ്, കുറവ് വരത്തില്ല. മറ്റേത് കുറവ് വരും, ഭയങ്കര കുറവായിരിക്കും. യേശു പറഞ്ഞ്
ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അനുഭവത്തിൽ ജീവിക്കുന്നതാണ്. ബിബിൻ ആ അനുഭവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ തമ്പുരാൻ ഉദ്ദേശിക്കുന്നതും ഈ ശിഷ്യൻ ഉദ്ദേശിക്കുന്നതും ഒന്ന് തന്നെ ആയിരിക്കണം. തമ്പുരാൻ ആഗ്രഹിക്കുന്നതും ശിഷ്യൻ ആഗ്രഹിക്കുന്നതും ഒന്ന് തന്നെ ആയിരിക്കണം. ആയാൽ പടപടാന്ന് പറഞ്ഞ് ഉയർച്ചയുണ്ടാകും. ഇത് തമ്പുരാൻ ഒന്ന് ആഗ്രഹിക്കും, ഈവൻ വേറൊന്ന് ആഗ്രഹിക്കും. ഇനി തമ്പുരാൻ ഒരു പ്രിൻസിപ്പിൾ വെക്കും, ഇവൻ വളർന്ന സാഹചര്യം അനുസരിച്ച് ഒരു പ്രിൻസിപ്പിൾ ഇവനുണ്ടാവും. അത് ഇവൻ്റെ സാഹചര്യമാണ്. ഇവൻ ഏത് സാഹചര്യത്തിലാണോ വളർന്നത്, ഏത് സാഹചര്യത്തിലാണോ ഇവൻ ജയിച്ച് വന്നത്, ഭൗതികതയിലൊക്കെ എന്തൊക്കെ ഇവൻ കാണിച്ചോ അത് മൊത്തവും ഇവൻ്റെ ആ ജീവിതം എടുത്ത് ഇവൻ എവിടെ കൊണ്ടുവെക്കുന്നറിയോ? ഈ ബൈബിളിൻ്റെ അകത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് ഈ ബൈബിൾ എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. മറിച്ച് ഇവൻ്റെ ജീവിതം എടുത്തിട്ട് ഈ ദൈവത്തിൻ്റെ വില ചെയ്യുന്നവരുടെ ജീവിതം എടുത്തിട്ട് ആ ജീവിതത്തിന് അനുയോജ്യമായ തരത്തിൽ ഈ വചനത്തെ ഇവൻ അങ്ങ് ഒതുക്കിയിട്ട് ഇത് ഇവൻ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കണക്കാണ് ഇവൻ്റെ രീതി വരും. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം എന്ത് അത് ദൈവം ഉദ്ദേശിച്ചതാണ്. ആ ഉദ്ദേശിച്ചതിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പുറകെ ഈ വചനത്തെ കൊണ്ടിടും. അവിടെ വരുമ്പം ഈ വ്യക്തി എത്ര നാൾ നിന്നാലും ഉയരത്തില്ല. പൗലോസ് എന്തുദ്ദേശിച്ചോ, യേശു എന്തുദ്ദേശിച്ചോ ആ രീതിയിൽ നമ്മൾ പോയാൽ നമ്മുടെ ഉയർച്ച കറക്റ്റായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ചില സഭകൾ അല്ലെങ്കിൽ ചില മതങ്ങൾ, ബൈബിളിൽ ക്രിസ്ത്യാനികളിൽ തന്നെ ഒരുപാട് സഭകളുണ്ട്. അപ്പോൾ ചില സഭകളുടെ അനുയോജ്യമായ രീതിയിൽ ചിലവരത് വ്യാഖ്യാനിക്കത്തുള്ളൂ. അവരും വചനത്തിൻ്റെ പുറകെ പോകത്തില്ല. ഈ സഭയ്ക്ക് അനുകൂലമായ രീതിയിൽ ഈ വചനത്തെ ഇങ്ങനെ മാന്തി കൊണ്ടുവരും. ഇത് ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ സഭയിൽ നിന്ന് പുറത്താകും എന്ന പേടി കാരണം അതനുസരിച്ച് ഇവൻ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആരും വചനത്തിൻ്റെ പുറകെ അല്ല പോകുന്നത്. ഇവൻ്റെ എന്തൊക്കെയാണോ, ഇവൻ എന്താണോ അതിലേക്ക് വചനത്തെ കൊണ്ടുവരിക. ഇപ്പം ഞാൻ പറയാം, കള്ളുകുടിയനാണെങ്കിൽ ഇപ്പം നമുക്ക് കള്ളുകുടി നടത്തുന്ന ഒത്തിരി സഭകളില്ലേ, അതിൻ്റെ നേതാക്കന്മാർ ഈ ഗ്രൂപ്പിനെ ഉപദേശിച്ച് കള്ള് കുടിക്കാമെന്നാക്കും. ഇവരെ ആശയത്തിൻ്റെ കീഴിലാക്കി. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ളവർ ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും ശരി, അങ്ങനെയുള്ളവർക്ക് യാതൊരു കാരണവശാലും ഉയർച്ചയില്ല. അപ്പോൾ അത് കാരണമാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇവർക്കൊരു ഇവരുടെ പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ ചേഞ്ച് ഇല്ലാത്തവർ ഉയരത്തില്ല. ക്രിസ്തു സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് ഇവർ കൺവെർട്ട് ആവാതെ എത്ര ആത്മീയ ജീവിതം നയിച്ചെന്ന് പറഞ്ഞാൽ ഉയരത്തില്ല. ചിലവരൊക്കെ ഈ വീട്ടിലെല്ലാം പ്രശ്നമായിരിക്കും, മൊത്തത്തിൽ അവർ പ്രശ്നക്കാരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും കാര്യം അത് തന്നെ. നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഇപ്പോൾ ഉയർച്ചയുടെ ഒരു കാര്യം ബിബിൻ ബ്രദർ ചോദിച്ച സ്ഥിതിക്ക്, സ്നേഹമാകുന്ന യേശു നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരിക്കലും യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് പട്ടിണി മാറ്റിയവനാണ്. ഒരു കുറവുമില്ലാതെ സഭയെ പരിപാലിച്ച് തുടങ്ങിയവനാണ്. ഒരിക്കലും നമുക്കും ഒരു കുറവ് വരുത്തത്തില്ല. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഇറങ്ങി, ഇപ്പം നമ്മളിത് പറയുമ്പോൾ കുറവുള്ളവർക്ക് വിഷമം വരരുത്. അത് ആദ്യകാലങ്ങളിൽ അവരിറങ്ങിയിട്ട് ആദ്യകാലങ്ങളിൽ നമ്മളെല്ലാം ഇറങ്ങിയപ്പോൾ പ്രശ്നങ്ങളായിരുന്നു. നമുക്കെല്ലാം കുറവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കുറവ് തന്നെ ഇപ്പോഴും ഉള്ളെങ്കിൽ, ഒരു മാറ്റവും ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സംശയിക്കാൻ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് എവിടെയോ ദൈവം, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക്, ദൈവം പ്ലാൻ ചെയ്ത രീതിയിലല്ല പോകുന്നത്. ഈ പലരും പറഞ്ഞേക്കുന്നത് പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ദൈവസ്നേഹം അനുഭവിക്കാനോ ദൈവത്തിലേക്ക് അടുക്കാനോ ഇങ്ങനെ പറ്റാത്ത, എന്ന് പറഞ്ഞാൽ ആത്മീയം നിൽക്കും ഇറങ്ങും ഇങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാത്ത തരത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ സ്റ്റിൽ ഒരുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ 2 കൂട്ടം കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ഓക്കെ ആവണം. ഒന്ന് സോൾ, 2 ബോഡി. ഇതിൽ സോൾ ഓക്കെ ആയാലും ബോഡി ഓക്കെ ആയില്ലെങ്കിൽ ഈ ബോഡി എന്ത് ചെയ്യും? ബൂസ്റ്റപ്പ് ചെയ്യും. ബോഡി ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ സോൾ അറിയാതെ അനുസരിക്കും. ഇനി ബോഡി ഓക്കെയാണ്, സോൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെയും ചിന്തകളെയും എപ്പോഴും പാവത്തിൽ ഇട്ടുകൊണ്ടിരിക്കും. ശരി. സോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാൽ, ഇങ്ങനെ നടന്നാലെല്ലാം നമ്മുടെ ചിന്തയും കണ്ണുകളെല്ലാം വെറും മോശമായിരിക്കും.
അതാണ് സോളിൻ്റെ പ്രശ്നം. സോളിന്റെ പ്രശ്നം. ബോഡിയുടെ ആണെങ്കിൽ കണ്ണുകളും ചിന്തയും എല്ലാം ഓക്കെ, നമ്മൾ സിനിമ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വളരെ കൂളായിട്ട് ജീവിക്കുക. ചില സമയത്ത് ഈ ബോഡി വന്നിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് തരും. പാവം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഈ ഇവർക്കെല്ലാം കുറ്റബോധം അടിക്കും. കുറ്റബോധം അടിച്ച് ബൈബിൾ എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല, ഇവർ പേടിച്ച് മാറി നടക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടം കാര്യങ്ങളിൽ ഓക്കെ വരണം. ഒന്ന് സോളിലും നമുക്ക് ഓക്കെ വരണം, ബോഡിയിലും ഓക്കെ വരണം. ഇപ്പോൾ സോളിലും ബോഡിയിലും ഓക്കെ വരണമെങ്കിൽ ഈ വേർപാട് എടുക്കേണ്ടടുത്ത് വേർപാട് എടുക്കണം. എടുത്താൽ നമുക്ക് ഇത് രണ്ടും പ്രാപിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേർപാട് എടുക്കത്തില്ല, അരിഞ്ഞ് കളയേണ്ടവരെ അരിഞ്ഞ് കളയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടവരെ കട്ട് ചെയ്യണം. അങ്ങനെ അത് ചെയ്യാതെ ഈ സോളും ശരീരവും ക്ലീൻ ആക്കാൻ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആകത്തില്ല. കാരണം ഇത് കിടക്കുക അരിഞ്ഞ് കളയേണ്ടത് കളയാതെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ക്ലിയർ ആവത്തില്ല. നമ്മുടെ സോളും നമ്മുടെ ബോഡി എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും. അതാണ് യേശു കണ്ണ് ചൂടിനെടുത്ത് കളയുക. ചൂടിനെടുത്ത് കളയാന്നൊക്കെ പറയുന്നത് ഈ വിഷയമാണ്. അല്ല, നമ്മുടെ കണ്ണിനെ അല്ല പറഞ്ഞത്. ഈ കണ്ണിനെ കളങ്കമാക്കുന്നത് അല്ലെങ്കിൽ ബോഡിയെ കളങ്കമാക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഏതെങ്കിലും അതിൻ്റെ പേര് എന്ത് സഹനം വേണമെങ്കിലും സഹിക്കാം. കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ പണ്ട് ഓൾറെഡി കയറി അശുദ്ധമായൊരു സോളാണെങ്കിൽ അപ്പൊ അവൻ ഇനി എങ്ങനെ ഇത് കഴുകി കളഞ്ഞു. പക്ഷെ സ്പിരിറ്റ് പണ്ട് നമുക്ക് ഇപ്പം ഞാൻ പറയാം, ഒരുപാട് ഈ മോശം രീതിയിൽ ജീവിച്ച ഈവൻ പ്രോസ്റ്റ്യൂട്ട് അങ്ങനെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ അവർ ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സോള് പെട്ടെന്നൊന്നും കഴുകാൻ പറ്റത്തില്ല. ചിലവരുടെ പെട്ടെന്ന് കഴിയും, ചിലവരുടെ എനിക്കറിയത്തില്ല. കൂടുതലും 90% നമ്മുടെ സാരോപദേശത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിയിട്ട് അവർ പിന്നെ അതിൻ്റെ ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം മദ്യപാനം നിർത്തി, ഒറ്റയടിക്ക് നിർത്തി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ മാറ്റുവാണ്. ആ ഒരു ഫോഴ്സ് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവർ മനസ്സിൽ ദൈവമായിട്ട് എടുക്കുന്ന ഒരു കർശന തീരുമാനത്തിൽ നിന്ന് അവർക്കത് പറ്റും. ഒരു കർശന തീരുമാനം കൊണ്ട് എടുക്കുക, ഞാൻ ഇനി മരിക്കുന്നത് വരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തീരുമാനം എടുത്താൽ ഈ പടപടോന്ന് പറഞ്ഞുകൊണ്ട് സ്പിരിറ്റുകൾ പൊട്ടിപ്പോയിക്കോളും. അവരുടെ തീരുമാനത്തിൽ പോകും. അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. തീരുമാനം പിന്നെ ഫോഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അതോ ഉണ്ടായില്ല ലൈറ്റായിട്ടേ ഉണ്ടാകത്തുള്ളൂ. ആ തീരുമാനം കൊണ്ട് ആ ലൈറ്റിനെ ഇല്ലാതാക്കി കളയാൻ പറ്റും. ചെറിയ ലൈറ്റായിട്ട് കാണാം, അതിനെ ഇവരടിച്ചു കളയും. ഇവർ ഉപവാസം ഇരുന്ന് ഇവരുടെ പ്രയറിലും ഇവരുടെ ഈ യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിലെല്ലാം അത് പോയി കിട്ടും, പൂർണ്ണമായിട്ടും പോയി കിട്ടും. അത് ചിലവർ കഠിനമായ ഒരൊറ്റ തീരുമാനം എടുക്കും. ആ തീരുമാനത്തിലാണ് ഇവർ റോക്കറ്റ് പോലെ ഉയർന്നു വരുന്നത്. ഭയങ്കര തീരുമാനം. ആ തീരുമാനം ചിലപ്പോൾ പൊട്ടത്തില്ല, ചിലപ്പോൾ മരിക്കുന്നത് വരെയും ആ തീരുമാനം കീപ്പപ്പ് ചെയ്യും. അത് അങ്ങനെ ഒരു തീരുമാനം, അത് ദൈവം മുമ്പാകെ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ അവസാനം വരെ കീപ്പപ്പ് ചെയ്ത് നമ്മൾ പോകാനിട വരും. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ പുറകെ അവർ പോത്തുള്ളൂ. ഇവരുടെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിലേക്ക് വചനത്തെ അടിച്ചിടുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ആ ഉപദേശത്തിന് കീഴിലാക്കുന്ന പരിപാടി ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാം, വചനം രണ്ട് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനുഷ്യരെല്ലാവരും. ഒന്നെന്താണ്, നമ്മുടെ സർക്കിളിനനുസരിച്ച് നമ്മുടെ പ്രിൻസിപ്പിളും നമ്മുടെ ജീവിത ഒരു സർക്കിളുണ്ടല്ലോ, അതിലേക്ക് ഇവ ഈ വചനത്തെ വലിച്ചു കൊണ്ടുവന്നിട്ട് സപ്പോർട്ടിനായിട്ട് നിർത്തും. രണ്ടാമത്തെ എന്താണ്, വചനം എന്തുദ്ദേശിച്ചോ അവിടേക്ക് നമ്മൾ ഇന്ന് കയറും. ഇതാണ് ഇവിടെയാണ് വ്യത്യാസങ്ങളുള്ളത്. അത് പലരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം. വചനം ഉദ്ദേശിച്ചിടത്തേക്കല്ല, ഇയാൾ ഉദ്ദേശിച്ചിടത്തേക്ക് വചനത്തെ വളച്ചൊടിക്കുവാണെന്നും നമുക്ക് പെട്ടെന്ന് പിടിയിട്ടു. ഒരു പ്രാർത്ഥനയിലൊക്കെ വന്നു. പക്ഷെ അവർ പറഞ്ഞ ഒരു പ്രശ്നം, കഴുകപ്പെടുന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പഴയ ആ ഒരു ചിന്തകൾ ഇപ്പോഴും അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. സോളിലെ കറ സോളിൽ കറ വീഴുകയാണ്. ഇപ്പം നമ്മളൊരു ഗ്ലാസ്സിൽ ബ്രദർ പഠിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ്സിൽ, നല്ലൊരു ഗ്ലാസ്സിൽ അതിലെപ്പോഴും കറയുള്ള അല്ലെങ്കിൽ എപ്പോഴും ഒരു അഴുക്ക് വെള്ളം ഒഴിച്ച് എടുത്ത് ഗ്ലാസ് അന്നേരം കഴുകി കളഞ്ഞാൽ ആ ഗ്ലാസ് വൃത്തിയായിട്ട് കിട്ടും. പക്ഷേ ആ ഗ്ലാസ് ഒരു 5 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഗ്ലാസ് പിന്നെ വൃത്തിയായിട്ട് കിട്ടുമോ? കൊള്ളത്തില്ല. നമുക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് കറ എന്ത് ചെയ്താലും മാറത്തില്ല. നമുക്കതെടുത്ത് കഴുകി കളയാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വല്ല കെമിക്കലൊക്കെ ഉപയോഗിച്ചാലും. എന്നാലും ആ ഫ്രഷ് ഗ്ലാസിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല എന്ന് പറയുന്നത് കണക്ക് മനുഷ്യൻ്റെ സോളിൻ്റെ അകത്ത് വർഷങ്ങളോളം ഈ കറ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് കഴുകിക്കളയാൻ സാധാരണ രീതിയിലുള്ള ധ്യാനങ്ങൾക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ ഈ സോളിൻ്റെ
കറ പോകണമെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഡിറ്റേഷൻ വഴിയും കറക്റ്റായിട്ടുള്ള തീരുമാനം വഴിയും കറക്റ്റായിട്ട് രക്തത്താൽ ക്രൂശിലെ രക്തത്താലുള്ള കഴുകൽ വഴിയാണ് ഇത് പൂർണ്ണമായും വ്യത്യാസം വരുന്നത്. അവരുടെ സ്വന്തം പ്രാർത്ഥനയിൽ പറ്റത്തില്ല. ഇതിൻ്റെ വിടുതൽ ചെയ്യാൻ ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വരണം. പറ്റത്തുള്ളൂ. അവർ വന്നിട്ട് ഇത് ചെയ്താലേ ഇവർക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ പല തവണയായിട്ട് അവർ വന്നിട്ട് ഈ വിടുതൽ ശുശ്രൂഷ വന്ന പലരും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10-35 വർഷത്തിൻ്റെ മേളിൽ എത്രയോ പേര് വിശുദ്ധ ജീവിതം നയിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരിക്കുമല്ല ദൈവസന്നിധി പോയിട്ടുണ്ട്. അത് ഒത്തിരി പേര് പോയിട്ടുണ്ട്. അപ്പം അവരെല്ലാം വിശുദ്ധ ജീവിതം ജീവിച്ചു. പിന്നീട് ഒരിക്കലും അവർ പഴയ തിന്മയിലേക്ക് പോകാത്ത ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷാർപ്പായിട്ട് പറയുന്നത്. ഇതിൽ മുന്നോട്ട് പോകാൻ ഏത് മനുഷ്യനും പറ്റും. പക്ഷേ ഈ സോള് കഴുകണം. സോള് കഴുകിയ ഉറപ്പാണ്. അത് കഴുകാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സോളിൽ ചിലപ്പോൾ ആഭിചാരം വഴിയൊക്കെ ഈ മ്ലേച്ഛത വരുന്നതുണ്ട്, തലമുറ വഴി വരുന്നതുണ്ട്, അല്ലാതെ നമ്മൾ പോയി വരുത്തുന്നതുണ്ട്, സൊസൈറ്റിയിൽ നിന്ന് വരുത്തുന്നതുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കളയണം. അനുതപിക്കാതെ നമ്മൾ പാവം വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന കറ കൂടിക്കൊണ്ടിരിക്കുന്ന കറയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും.